നമസ്കാരം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പഹൽഗാമിനടുത്ത ബായ്സരൻ ഗ്രാമത്തിൽ ബാലിയിൽ അതിനിഷ്ഠൂരമായി 26 നിരപരാധികളായ യാത്രികർ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ആ സമയത്ത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എൻ്റെ ഒരു കുടുംബ അംഗവും അതേപോലെ തന്നെ മടവൂർ AUP സ്കൂളിലെ അധ്യാപകയും നെരുക്കുനി സ്വദേശിയുമായ വഹീദ ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത്. ആ സംഭവങ്ങൾ, അവരുടെ കൺമുന്നിൽ കണ്ട സംഭവ വികാസങ്ങൾ അവരിൽ നിന്ന് അറിയുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ടീച്ചറെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഒന്ന് എന്തൊക്കെയാണ് ഉണ്ടായതൊന്ന് പറയാമോ? പെട്ടെന്ന് തുടക്കം തൊട്ടൊന്ന്. ഓക്കെ. ഇവിടുന്ന് ഞങ്ങൾ 14-ാം തീയതിയാണ് പോകുന്നത്. അനിയത്തിൻ്റെ മോൾ അവിടെ MDക്ക് പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുന്നത്? ശ്രീനഗറിൽ സൗറയിൽ സ്കിംസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവളെ കാണുകയും ചെയ്യുക, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനാണ് വിചാരിച്ച് പോയത്. ഇവിടുന്ന് 14-ാം തീയതി 6:45 ട്രെയിനിനാണ് പോയത്. പിന്നെ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ അവിടെ നിന്ന് പിന്നെ ജമ്മു താവിയിലേക്ക് ട്രെയിനിൽ പോയി. അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ശ്രീനഗറിലേക്ക് പോയി. പിന്നെ അവിടെ അടുത്തേക്ക് പിന്നെ അവിടുന്ന് വീണ്ടും ടാക്സി വിളിച്ചാണ് പോണത്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ മകനും ഉണ്ട്, പിന്നെ ആങ്ങളുടെ മകനുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോയത്. സഹോദരൻ എന്ന് പറയുമ്പോൾ ജമാൽ. പിന്നെ അവിടെ ഞങ്ങൾ എത്തുന്നത് 16-ാം തീയതി 12-12:30 ആയിട്ടുണ്ടാവും. 22-ാം തീയതി രാവിലെ 8 മണിക്ക് 8:30 ഞങ്ങൾ അവിടുന്ന് റൂമിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ടാക്സി മോൾ അറിയുന്ന ഒരാളാണ്. അവരുടെ ടാക്സിയാണ് ഞങ്ങൾ ഫുൾ എല്ലാ സ്ഥലവും കാണാൻ വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ ഞങ്ങൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ എത്തി പഹൽഗാമിലെത്തുന്നത് ഞങ്ങൾ 1:30-ക്കാണ്. ഉച്ചയ്ക്ക് 1:30 അവിടെ എത്തുന്നത്. 100 കിലോമീറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട്. അപ്പോൾ 1:30-ക്ക് അവിടെ എത്തി. പിന്നെ അവിടുന്ന് കുതിരപ്പുറത്ത് വേണമല്ലോ മുകളിലോട്ട് പോകാൻ. അവിടെ ഞങ്ങൾ 2:05 നന്നായി പേടി തോന്നി. അത് മക്കളെ നിർബന്ധത്തിനാണ് ഞാൻ കയറുന്നത്. ഞാൻ ഇവിടെ തന്നെ കാറിൽ ഇരുന്നോളാന്ന് അവരോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും നിങ്ങൾ പോരണം, അതിനല്ലേ നമ്മളിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കയറിയത്. പിടിച്ച് നിർബന്ധത്തിന് അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം പോകുന്ന ഇത്രയും കടുപ്പം പിടിച്ചതാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല അന്നപ്പോൾ. പക്ഷെ അവിടെ പോകുന്ന വഴി എന്ന് പറയുന്നത് അത്രയും നമ്മൾ വർണ്ണിക്കാൻ പറ്റൂല. അത്രയും അപകടം പിടിച്ച ഒരു സ്ഥലത്തൂടി ഒരുപാട് കുതിരകൾ ഒരുമിച്ച് പോകും. അതിൻ്റെ ഇടയ്ക്ക് 2 കുതിര ഞാൻ ഉള്ള കുതിരയും വേറൊരു കുതിരയുടെ വന്നിൻ്റെ കാലതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി. ഞാൻ വിചാരിച്ചെന്തോ പറ്റിയെന്ന്. പക്ഷേ ഭാഗ്യത്തിനൊന്നും പോലീസൊന്നുമില്ല. ഒരു പോലീസോ ഒരു പട്ടാളോ അവിടെ പോണിവാലുണ്ടല്ലോ, അവർ മാത്രമാണ് നോക്കുന്നത്. അവരും കുറച്ച് പിറകിലൊക്കെ ആയിപ്പോവും. അപ്പം നമുക്ക് പേടിയാവും, ഇവർ നോക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ വിളിക്കൂ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ പറയും. അങ്ങനെയാണ് മുകളിൽ എത്തുന്നത്. അത് വളരെ സാഹസികമായ ഒരു യാത്ര ആയിരുന്നു. പിന്നെ അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് 25 മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കുക, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് സമയം എത്രയായി നോക്കുന്നത്. അപ്പോൾ 2:05 ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ. ഞങ്ങൾ ആ എൻട്രൻസിലെത്തുമ്പോൾ, ആ മിനി സ്വിറ്റ്സർലാൻഡിലെ വൈസറൻ വാലിയിൽ എൻട്രൻസിലെത്തുമ്പോൾ 2:05 ആയിട്ടുണ്ട്. അപ്പം പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 350 രൂപ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കടന്നപ്പോൾ ഉള്ള കാഴ്ച വർണ്ണിക്കാൻ പറ്റൂല. അത്രയും മനോഹരമായ ഒരു സ്ഥലം. ഞാൻ ഇപ്പം നോക്കി വിചാരിച്ച് എന്നാൽ സ്വിറ്റ്സർലാൻഡ് എത്രയും നല്ല സ്ഥലമായിരിക്കും. ഇത്രയും നല്ല പോയിട്ടുണ്ട് അല്ലേ, അറിയാലോ അന്നപ്പോൾ. ഇത്രയും മനോഹരമായ സ്ഥലം, മഞ്ഞുമലകളും പിന്നെ പൈൻമരക്കാടുകളും ചുറ്റപ്പെട്ട വിശാലമായൊരു മൈതാനാണ്. എല്ലാവരും നല്ല ആവേശത്തിലും സന്തോഷത്തിലുമാണ്. അപ്പം ഞങ്ങൾ മൊത്തം മോനോട് ഞാൻ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ആദ്യം തന്നെ എടുക്ക്, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പിന്നൊക്കെ ആസ്വദിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഫോട്ടോ ഒക്കെ നല്ലോണം എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ പല പരിപാടികളിൽ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതിലൊന്നും നോക്കാണ്ട് ഞങ്ങൾ പറഞ്ഞ് ഈ സിപ്പ് ലൈനിൽ കയറാം ആദ്യം തന്നെ. മുകളിൽ കൂടി പോകണം. അത് ഞാൻ മടിച്ചപ്പോൾ ഓരോ 3 കൂടി എന്നെ നിർബന്ധിച്ചാൽ പറ്റൂല, ഞങ്ങൾ എന്തായാലും കയറ്റിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ അവസാനം സമ്മതിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ കയറാം, അല്ലാണ്ട് നിങ്ങളൊക്കെ പോണ കണ്ടാൽ പേടി തോന്നും. അപ്പോൾ ഞാൻ തന്നെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം കയറി
പിന്നെ ഞങ്ങൾ നാലാളിൽ ഞാൻ ആദ്യം കയറി. അപ്പോൾ പിന്നെ തൊട്ട് പിറകിൽ മോളും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് മുന്നിലുള്ള ആളാണ് അവിടെ വെടിയേറ്റ് മരിച്ച ആൾ. ആദ്യം നേരെ തൊട്ടിൻ്റെ ഞാൻ സിപ്പ് ലൈനിൽ എൻ്റെ തൊട്ട് മുന്നിലുള്ള ആള് മുന്നിലുള്ള ആള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മൂപ്പര. ഞാൻ ഇറങ്ങി തരാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് ഏത് മതമാണെന്നോ ഇല്ലല്ലോ, ഒന്നും ചോദിച്ചില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോഴേ അയാൾ മരിച്ച്. ഞാൻ വെടിന്റെ ഒച്ച കേട്ടിയുള്ളൂ. വെടിവെച്ചത് അത് ഞാൻ അതിന്റെ കയറുമ്പോ തന്നെ ഞാൻ അയാളെ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ വെച്ചാല് അയാൾ പോകുമ്പോ പിന്നെ വീഡിയോ ഓണാക്കാൻ ഇയാള് ഞങ്ങള് തള്ളുന്ന ആളുണ്ടല്ലോ, അവിടുന്ന് തള്ളു ചെയ്യാം. അപ്പൊ അയാൾ പറയുന്നുണ്ട് വീഡിയോ ഓൺ ആക്കിക്കോളിന്ന് അയാളോട്. അപ്പൊ വീഡിയോ ഓൺ ആക്കിയപ്പോ പിന്നെ അയാൾക്ക് ആ സിപ്പ് ലൈനിൽ അയാളിങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരുമാതിരി കളിക്കുന്നത് ഞാനിങ്ങനെ കണ്ണോട് കാണുന്നുണ്ട്. വീഡിയോ അയാൾ ഓണാക്കുകയാണ് മൊബൈലിൽ. അപ്പൊ അയാള് ഓണാക്കാൻ പറ്റാത്തോണ്ട്, എങ്ങനെ പോകുന്ന സമയത്ത് ഓണാക്കാൻ പറ്റാത്തോണ്ട് അയാള് അവിടെ ഇങ്ങനെ ഒരു പ്രയാസപ്പെടുന്ന ഒരു സിപ്പ് ലൈനിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ അല്ല കണ്ടിട്ടില്ല. വെടി ഒച്ച കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇല്ലല്ല, പടക്കം പൊട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ ഞാൻ അയാളെ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ കാരണം വെച്ചാല് ഇയാള് പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മറ്റേ ആൾ പറഞ്ഞിട്ട് ഞങ്ങള് ഈ തള്ളിത്തരുന്ന ഉള്ള ആള് അടുത്ത ജോലിക്കാരനും പറയുന്നുണ്ട് വീഡിയോ എടുത്തോളൂ, പിന്നെ മൊബൈൽ ഓൺ ആക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മൊബൈൽ ഓൺ സമയത്ത് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. എനിക്ക് മനസ്സിലാകുമല്ലോ, ഞാൻ കേട്ടിട്ടേ ഇല്ല. വലിയ അധികം തടി ഒരു വീഡിയോ വരുന്നുണ്ട്, ആളുകളെ തള്ളും അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലിയിട്ട് തള്ളി വിടുന്നവരായിട്ട്. ഇല്ല, ഞങ്ങളെ സമയത്തില്ല. ഞങ്ങളെ തൊട്ട് പിറകിലുള്ള മോളെ പിറകിലുള്ള ആളാണ് ആ വീഡിയോ എടുത്ത ആളും. ആളാണ് ഇപ്പൊ അല്ലാഹു അക്ബർ ചൊല്ലിന്ന് പറഞ്ഞല്ലോ, ആ ആള് ഞാൻ കഴിഞ്ഞ് പിന്നെ മോളാണ് പോണത്, അതിന്റെ പിറകിലുള്ള ആളാണ്. അയാളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുന്ന്, ഞങ്ങളെ പിറകിലുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ അയാളാണ് പോണ്ടി മോളാണ് പോണ്ടി ഇങ്ങനെ ഞങ്ങളാണ് സംശയിച്ച് നിന്നീനു ആരാണെന്ന്. അപ്പൊ അങ്ങനെ ഞാന് സിപ്പ് ലൈനിൽ എൻഡിങ്ങിലെത്തി. അവിടെ എത്തി എൻ്റെ ബെൽറ്റ് ഊരിയിട്ടുണ്ട്. അപ്പോഴാണ് ആ വെടിവെച്ച കേൾക്കുന്നത്. അപ്പാണ് ഈ മുന്നിലത്തെ ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാരണം മറ്റേ പിന്നെ ഈ സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ അതിൽ നിന്നിങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു രൂപം എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പൊ എനിക്ക് പേടി അയാൾ വീണു പോകും എൻ്റെ മുകളിൽ. അങ്ങനെ എനിക്ക് അപ്പൊ കയറാൻ പേടിച്ച് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ പേടിയായി. അങ്ങനെയാണ് ഞാൻ അയാളെ നോട്ട് ചെയ്യുന്നത്. ഒരു വെള്ള ടീഷർട്ട് വാങ്ങാനാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ എത്തി എൻ്റെ പിന്നെ ബെൽറ്റ് ഊരിയുണ്ട്. അപ്പോഴാണ് വെടിവെച്ച കേൾക്കുന്നത്. വെടിവെച്ച കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച പടക്കം പൊട്ടുകയാണെന്നാണ്. പിന്നെ എനിക്ക് തോന്നി ഞാൻ തിരിഞ്ഞു നോക്കി ഒന്ന്. മറ്റേ അയാളോട് എൻ്റെ ഹെൽമെറ്റ് ഊരാനും പറയുന്നുണ്ട്. ഊരാൻ പറയുമ്പോൾ അയാൾ മറ്റേ വേറെ ജോലിക്കാരനോട് എന്തോ ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ അയാൾ എന്നെ മൈൻഡ് കുറച്ച് വെപ്രാളത്തിലാണ്. എന്താ അയാൾ ഇത് ഹെൽമെറ്റ് ഊരാൻ പറഞ്ഞിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരാളിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ തലൻ്റെ ഭാഗത്തുനിന്ന് വലത് ഭാഗത്തുനിന്ന് ചോരയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി. കാരണം ഡ്രസ്സ് എനിക്കറിയാം, വെള്ള ടീഷർട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നിമിഷ നേരം കൊണ്ടാ നമ്മള് അപകടം മാറിയത്. മാറിയത് നിമിഷ നേരം കൊണ്ടാ. തൊട്ട് മുന്നിലുള്ള ആളാണ് ഇയാള്. തൊട്ട് മുന്നിലുള്ള ആളെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇയാളെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ അതുപോലെ എന്തോ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള പേടിയാണ് എനിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ചോര ഒലിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഞാൻ മരിച്ചു കിടക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ വിചാരിക്കും എന്തോ സിനിമ ഷൂട്ടിംഗ് ആയിരിക്കും എന്നാണ്. പിന്നെ എനിക്ക് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അല്ല എന്തോ ഒരു അപകടമാണെന്ന് തോന്നിയത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ അയാളോട് വിരോധമുള്ള ആരോ ആയിരിക്കും, ആക്രമിച്ചായിരിക്കുന്നു. ഇതൊരു തീവ്രവാദി ആക്രമണമാണ്. ഞാൻ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അപ്പം പിന്നെ എൻ്റെ അടുത്ത് ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു പിന്നെ പോലീസ്
വേഷത്തിലുള്ള ഒരു കാക്കി വേഷത്തിൽ ഞാൻ കാക്കി എന്നുള്ളത് ആദ്യത്തെ ഇതിൽ ഇന്റർവ്യൂ അതൊരു വിവാദം ടീച്ചർ ഉദ്ദേശിച്ചത്. ഞാൻ കാക്കി എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പരിഭ്രമത്തിൽ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നിറം കാക്കിയല്ലേലോ, അല്ല കാവ്യല്ലേലോ, കാക്കിയാണല്ലോ. അപ്പൊ അങ്ങനെ എന്റെ വിവാദമാക്കിയിട്ടുണ്ട്. ഞാൻ കേട്ട് ഞാനത് വായിക്കാനോ ഒന്നും പോയിട്ടില്ല, കേൾക്കാനും പോയിട്ടില്ല. ടി വിയിൽ ആദ്യമായിട്ടാണ്. അതിന്റെ വെപ്രാളം കൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഞാന് അവിടെ ഇയാളെ ഞാന് ശ്രദ്ധിക്കുന്ന ഒരു പോലീസുകാരനായിട്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസുകാരനെ പട്ടാളത്തിന്റെ ഒരു ഡിസൈൻ അതിലുണ്ട്, പ്ലെയിൻ അല്ല, ഒരു ഡിസൈൻ ഉണ്ട്, ചെറിയൊരു ഡിസൈനും ഉണ്ട്. പിന്നെ തോക്ക് കയ്യിലുള്ളതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. തോക്ക് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, നോക്കിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ അല്ല, മെലിഞ്ഞ് ഹൈറ്റൊക്കെ കുറഞ്ഞിട്ട് ഒരാള്, പിന്നെ ചെറുപ്പക്കാരന് ഒരു ചെറിയ ചെക്കന് ഒരു 10-25 വയസ്സൊക്കെ അത്രേ ഉള്ളൂ. ഒരു തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ എന്തോന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മുഖമൊക്കെ ഒരു വെയിൽ കൊണ്ടൊരു കരുവാളിച്ച ഒരു അതാണ്. പിന്നെ പക്ഷെ ഇപ്പം ചോദിച്ചാൽ തിരിച്ചറിയാന്ന് ചോദിച്ചാലൊന്നും എനിക്ക് ഓർമ്മയിലൊന്നുമില്ല, വ്യക്തമായിട്ടൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ ഒരു പോലീസുകാരനാണെന്നുള്ള ധാരണയിലാണ് നോക്കുന്നത്. ആ സമയത്ത് അയാൾ എന്നെയും നോക്കിയിട്ടുണ്ട്, ഞാൻ അയാളെയും നോക്കിയിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് ഊരുന്നതിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. നിങ്ങളോട് പേരോ അങ്ങനെ ചോദിച്ചോ? ഒന്നും ചോദിച്ചിട്ടില്ല. നോക്കി ഒന്നും വെറുതെ ഒന്നും നോക്കൂലേ, അങ്ങനെ ഒരു നോട്ടം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് വീണ്ടും അടുത്ത അല്ല, അവിടെ അന്നേരം ആരുമില്ല. ഞാൻ അവിടെ ഓടുന്നത് അവിടെ ആരും വന്നിട്ടില്ല. അയാൾ ഒറ്റയ്ക്ക് കിടക്കുന്നതാ, വേറെ ആരും വന്നിട്ടില്ല. ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇയാളെ ബന്ധുക്കളൊന്നും അവിടെ ഇല്ലേ, അയാൾ സ്വന്തമാണോ വന്നത് എന്നൊക്കെ. പിന്നെ അപ്പോൾ ഞാനപ്പോൾ അടുത്ത വെടിവെച്ച കേട്ടപ്പോൾ ഞാൻ പിന്നെ എന്തോ അപ്പോഴേക്ക് കരച്ചിലൊക്കെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുന്നിൽ ഈ പിന്നെ ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരുപാട് ആളുകൾ ഇരിക്കുന്നതും, പല കഥ പറയുന്നവരുണ്ട്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ചായ കുടിക്കുന്നവരുണ്ട്, ഇങ്ങനെ പല പ്രവൃത്തികളുമായിട്ട് ഈ നടുക്ക് ഒരുപാട് ആളുകളുണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ. ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്തും കുട്ടികൾ മറ്റേ അറ്റത്തുമാണ്. കാരണം സിപ്പ് ലൈന് രണ്ടറ്റത്തേക്കുമാണുള്ളത്. അപ്പോൾ ഞാൻ എൻഡിങ്ങിലാണ് ഗ്രൗണ്ടിൻ്റെ എൻഡിങ്ങിലാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇവർ അവിടെ മറ്റേ സ്റ്റാർട്ടിങ്ങിലാണല്ലോ ഉള്ളതെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി. അപ്പോൾ ഓടിയപ്പോൾ ഇയാളിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ പോലീസ് വേഷത്തിലുള്ള അയാൾ എൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. ഗ്രൗണ്ടിൻ്റെ നടുക്കേക്ക് അയാൾ പോകുന്നത്, തോക്കും ചൂണ്ടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു അപകടമാണെന്ന് വിചാരിച്ച് ഞാൻ മക്കളെടുത്തേക്ക് ഓടി. അവരെടുത്തേക്ക് ഓടാണ് ഞാൻ ഒറ്റക്കായി പോവില്ലേ, ഭാഗത്ത് ഞാൻ മാത്രം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോൾ വരുന്നതിൻ്റെ ധാരണയിലില്ല ആ സമയത്ത്, സിപ്പ് ലൈനിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഓടുമ്പോൾ ഇവരെടുത്തേക്ക് ഇയാളെ പിറകിൽ ഓടുമ്പോൾ ബാക്കിൽ നിന്ന് മോളിനോട് മമ്മിമ്മേ ഇതിലെ വാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഇവള് ബാക്കിലുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഓടി, പിറകോട്ട് തന്നെ ഓടി. അപ്പോൾ അവിടെ ഒരു ഫെൻസിന് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ഒരു കവാടുണ്ട്, അത് ഫോറസ്റ്റിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ആ എൻട്രൻസ് കൂടി ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് ഓടി, മേലോട്ട് ഓടി. ആരുമില്ല, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ എൻഡിങ്ങിൽ അധികം ആളില്ല, എല്ലാവരും സ്റ്റാർട്ടിങ്ങിലും ഈ ഗ്രൗണ്ടിന്റെ നടുക്കുവാണുള്ളത്, മധ്യഭാഗത്തുമാണുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ഈ ജോലിക്കാരും 2 ആളും പിന്നെ ഏതോ കുറച്ച് ആൾക്കാരും പിന്നെ ഞങ്ങളെ പിറകിൽ വരുന്നതായിട്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ ഞങ്ങൾ 2 പേരാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങൾ ഓടി മലിൻ്റെ മുകളിലോട്ട് ഓടി. അവിടെ ഇങ്ങനെ മരത്തിൻ്റെ പിറകിൽ കുറേ നേരം ഒളിച്ചു നിന്ന്, പട്ടാളം വരികയായിരിക്കും, രക്ഷപ്പെടുത്തുകയായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒളിച്ചു നിന്ന്. പിന്നെയും വെടിവെച്ചെങ്ങനെ കേൾക്കുന്നത് കണ്ടേരം ഞങ്ങൾ വീണ്ടും ഓടി മലൻ്റെ മുകളിലോട്ട് ഓടി. കുറേ അതിനിടക്കൊക്കെ ഓരോ മരത്തിന് കാടിന്റെ പേടിയൊന്നുമില്ല, വേറെ കാടിന്റെ പേടിയോ വേറെ എന്തെങ്കിലും വന്യമൃഗങ്ങൾ വരുമോ എന്നുള്ള ജീവന് കൊണ്ടോടുക. ആ പേടി ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇവരിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ, ഈ തീവ്രവാദികളിൽ ആരെങ്കിലും ആ കാട്ടിലുണ്ടോ, ഞങ്ങളെ വെടിയേക്കുമോ എന്നുള്ള ഒരു പേടിയേ ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ മക്കൾ അവിടെ പെട്ടുപോയ ആ ടെൻഷൻ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു ഞാൻ പോരൂല, എനിക്ക് അവരില്ലാണ്ട് നാട്ടിലേക്ക് പോകാനാവൂല, അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാണ്ട് ഞാൻ
പോര് രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അവരെങ്ങനെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടൂ, നമ്മൾ പേടിക്കാണ്ട് താഴോട്ട് പോവുക, ഒന്നും വിചാരിക്കേണ്ട, പോര് ഓടുക, താഴോട്ട് ഓടുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓടുന്നത്. അല്ലാണ്ട് ഞാൻ അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓടി മല ഇറങ്ങുന്ന സമയത്ത് ഒരാളുണ്ട് താഴെ നിന്ന് നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ പേടിച്ച് ഇവരിൽ പെട്ട ആരോ ആയിരിക്കും വിചാരിച്ച്. അപ്പം മോള് പറഞ്ഞു, മമ്മിമ്മേ ആരോ ഒന്ന് വരുന്നുണ്ടല്ലോ, നമ്മളപ്പോൾ എന്തോ ചെയ്യുമോന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പേടിച്ച് വരട്ടെ വിചാരിച്ച് നിന്നപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഇതിലെ താഴോട്ട് ശബ്ദം ഉണ്ടാക്കാണ്ട് പോയിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കാണിച്ച വഴി കൂടി ഞങ്ങൾ ഇറങ്ങി. വഴി എന്ന് പറയുന്നത് വഴിയൊന്നുമില്ല, കാടല്ലേ, ചതുപ്പ് നിലമാണ്, ചവിട്ടിയാൽ താണു പോകും. പുല്ലാണ്, പക്ഷേ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ അടിയിൽ ചെളിയാണെന്നുള്ളത്. അപ്പോൾ ചവിട്ടി നോക്കുമ്പോഴാണ് മനസ്സിലാകുക താണു പോകുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ മെല്ലെ ചവിട്ടി നോക്കി ഉറപ്പുണ്ടോ നോക്കി ചവിട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ചതുപ്പ് നിലാണ്. പിന്നെ ആണെങ്കിൽ ഈ മലൻ്റെ ഏറ്റവും താഴത്തോടി ഒരു പുഴയും ഒഴുകുന്നുണ്ട്, ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് നടന്നു പോകുന്നത്. അതിനിടയ്ക്ക് മരത്തിൻ്റെ പിറകിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്, അല്ലാണ്ട് തുടർച്ചയായിട്ട് ഓടാൻ കഴിയൂലല്ലോ. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ വീഴുകയും ചളിയിൽ പൂണ്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യാത്രയിൽ. ആ പോക്കിൽ മോളെടുത്തുണ്ടായിരുന്നു. പക്ഷെ റേഞ്ച് കിട്ടുന്നില്ല, മക്കളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു കണക്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ ഒന്നും റേഞ്ച് ഇല്ല. അപ്പോൾ കുറേ ഞങ്ങൾ പോയി കുറേ താഴെ എത്തിയതിന് ശേഷം പിന്നെ ഒരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞ് മക്കളായിട്ട് ഫോണിൽ എല്ലാം മെസ്സേജ് കണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ മോളിനോട് പറഞ്ഞ് അവരെ മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ സേഫാണ്, നിങ്ങൾ എവിടെ ഉള്ളതെന്നുള്ള മെസ്സേജാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്, ഞങ്ങൾ അപകടമൊന്നും ഇതുവരെ അല്ല, ഓടിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾക്ക് ആശ്വാസമായി, പിന്നെ ഞങ്ങൾ സമാധാനത്തോടെ അവർക്ക് അറിയുകയും ചെയ്യാലോ. അപ്പോൾ പിന്നെ കുറച്ചൊരാശ്വാസമായി. ആശ്വാസമായി എന്ന് പറയാൻ പറ്റൂല, കാരണം അത്രയും ആളുകൾ അവിടെ മടിച്ച് വീഴുകയാണ്. പിന്നെ അപ്പോൾ ആ സങ്കടം ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എന്നാലും ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും നടന്ന് അങ്ങനെ കുറേ നടന്നപ്പോൾ പിന്നെ ഈ പുഴ മുറിച്ച് കിടക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ശക്തമായ ഒഴുക്കുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങൾ ആ മുറിച്ച് കടന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുഴയിൽ വെള്ളമൊക്കെ കുടിച്ച് അത് മുറിച്ച് കടന്ന് അപ്പോൾ ഞങ്ങൾ താഴെ എത്തുമ്പോൾ 3:30 ഇതിൻ്റെ അടുക്കുള്ള സമയം അറിയില്ല. അപ്പോൾ അങ്ങനെ 2:26 ആദ്യത്തെ വെടിവെക്കുന്നത്, 26. അതിൻ്റെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ വെടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഓടുന്നത്. അതിനടുത്ത് ആ വെടിവെച്ച ആളുകൾ നേരിട്ട് ശരിക്കും നടന്നു പോകുന്നു കണ്ടോ? വെടിവെച്ച ആള് തീവ്രവാദി അയാളെ വെടിവെച്ചത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഊരുന്ന സമയത്ത് ആണ് സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അയാൾ മരിച്ചെടുക്കുന്നുണ്ട്. മരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്ക് അയാളെ വെടി വെച്ചിക്ക് ഞാൻ അവിടെ ഇറങ്ങുമ്പോഴെങ്ങാനാണ് വെടിവെക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് സമയം നോക്കുന്ന സമയത്ത് ഈ ഒരു പോലീസുകാരൻ്റെ തൊട്ടടുത്ത് ഉണ്ട് താനും. അപ്പോൾ ഇയാളെ വെടിവെച്ച ഇയാൾ തന്നെ ആണോ വേറെ ആരോ ആണോ? ഈ തള്ളുന്ന ആളുണ്ടല്ലോ അവിടുന്ന്, അയാൾ ഇങ്ങനെ ഓരോരുത്തരെയും വിടുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഈ തള്ളുന്ന ആള് നിങ്ങളെ മുമ്പിലോ ശേഷമാണോ നിങ്ങൾ വീഡിയോ കണ്ട് വൈറലായിട്ട്? എങ്ങനെയാ? അയാള് ഞങ്ങളെ പിറകില, മോളെ പിറകില, എന്റെ തൊട്ട പിറകില് മോളെ പിറകില് അയാള്. ആ സമയത്തൊന്നും ഞങ്ങളെ സമയത്തും അവിടെ നിങ്ങളെ അറ്റത്തെത്തി ഇയാൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വെടിവെച്ച തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാ? അതായത് ഇയാൾ അവിടെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വെടിവെച്ച തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പിന്നെ ആ എൻഡിങ്ങിൽ എത്തിയ സമയത്താണ് ഫസ്റ്റ് വെടി. അപ്പൊ ഇയാൾ അവിടെ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. മോളാണ്. അതിന് ശേഷമായിരിക്കും അയാൾ പോന്നിട്ടുണ്ട്. മോളാണല്ലോ, ഒരാള് എൻഡിങ്ങിൽ എത്താൻ നേരത്താണല്ലോ ഇവിടുന്ന് തള്ളുന്നത്. അപ്പോൾ അയാൾ പോരുന്നതിന്റെ മുന്നേ രണ്ടാമത്തെ വെടിവെച്ച കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവരൊരു പക്ഷേ ഈ ആദ്യത്തെ വെടിവെച്ച കേട്ട് പരിഭ്രമിച്ചിട്ടുണ്ടാവും. മറ്റൊരു കാണുന്നുണ്ടായിരിക്കും, അറിയൂല, ഒന്നും അറിയൂല. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ ഒരു വെള്ള ഷീറ്റ് കണ്ടു ഇങ്ങനെ. പിന്നെ അപ്പോൾ തോന്നി റോഡിൽ ഒരു പുറത്തേക്ക് എത്തിയിട്ടുണ്ട്, കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യം വന്ന്.
അപ്പോൾ ഞങ്ങൾ ആ കണ്ട സ്ഥലം ലക്ഷ്യമാക്കി പോയി. അതും പോകുന്നത് എന്ന് വെച്ചാൽ ഈ പിന്നെ ഇലക്ട്രിക് കമ്പി ഉണ്ടാവില്ലേ, അതുണ്ട്, വേലി, ഇലക്ട്രിക് വേലി അതുണ്ട്. പിന്നെ ചെളി പിടിച്ച ഒരു ഇട പോലത്തെ സ്ഥലത്ത് വെറും ചെളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. രണ്ടാളോട് നടന്നു പോവുകയാണ്. രണ്ടാളുള്ളതും ഭാഗ്യമായി. ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ പിന്നെ ഒരു സ്ത്രീ ഉണ്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ്, മൂക്ക് ഹിന്ദി അറിയാം. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവർക്ക് അധികം ഉറുദു ആണ് അറിയാം, എന്നാലും ഹിന്ദി കുഴപ്പമില്ലാണ്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം വേഗം കൂട്ടി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നല്ല അവിടെ പിന്നെ ഈ ടൂറിസ്റ്റുകളെ നോക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് വീടിൻ്റെ മുകളിലൊക്കെ താമസിക്കുന്ന ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൊണ്ട് കുപ്പിവെള്ളം എടുത്ത് തന്ന് ഞങ്ങൾക്ക് രണ്ടാളെയും, അവിടെ ഡ്രസ്സൊക്കെ ഒന്നായിട്ട് ചെളിയായിരുന്നു, പിന്നെ അതൊക്കെ ഒഴിവാക്കി വേറെ അവരെ ഡ്രസ്സ് എടുത്ത് തന്ന് ഞങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോഴ് ഞങ്ങൾ അറിയില്ല, ഇല്ല ഒന്നും അറിയില്ല, ഇല്ല അപ്പോഴും അറിയില്ല. അപ്പോൾ വഴി അറിയോ? വീട്ടിലേക്കുള്ള വഴി ആ മലൊക്കെ മനസ്സിലുണ്ട്. അല്ല, ഈ വീട്ടിലേക്കുള്ള വഴി അറിയോ? ഇല്ല, അതും ഇല്ല, അതൊന്നും അറിയില്ല. ഡ്രൈവറോട് ചോദിച്ചാൽ കിട്ടുന്നുണ്ടാവും, കാരണം ഡ്രൈവർക്ക് അറിയാമല്ലോ. ഞങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്ത് പോയതാണ്. ഞങ്ങളെ ലൊക്കേഷൻ ആ സമയം ആകുമ്പോഴേക്ക് ഞങ്ങളെ നെറ്റൊക്കെ ചാർജ് തീർന്നുണ്ട് മോളെ. അപ്പോൾ ചാർജ് തീർന്നുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുമായിട്ട് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ചാർജ് തീരെ 1% മോള് വേഗം എന്ത് ചെയ്ത് അവിടെ ഉള്ള ഒരു ആണുങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്തിച്ച് നമ്പർ, മറ്റേ ഡ്രൈവറെയും ഞങ്ങളെ മോൻ്റെ നമ്പർ ഫോട്ടോ എടുത്തിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. അല്ലാണ്ട് നമ്പർ മനപ്പാടല്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഒരു രസമുണ്ട്. പോണ പോക്കിൽ ഒരു നമ്പർ ഞങ്ങൾ ബൈഹാർട്ടാക്കി വെച്ച്, ഒരാളെ നമ്പർ, 2 മക്കളെടുത്തോണ്ട് ഫോൺ നമ്പർ ഒരാൾ ഞങ്ങൾ ബൈഹാർട്ടാക്കി വെച്ച്. ഞാനും ഓളും ബൈഹാർട്ടാക്കി പോരുന്ന വെറുവിലൊക്കെ പറഞ്ഞുകൊണ്ട് പോന്ന് മറന്നുകൊണ്ടിരിക്കാൻ. ഇത് ചാർജ് എപ്പം തീരാന്നുള്ള അവസ്ഥയിലുമാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇയാൾ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ തീവ്രവാദി ആക്രമണമുണ്ട്, ഞാനൊരാളെ മരിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ഇതും വരില്ല, ഒക്കെ ഞങ്ങൾ നോക്കും, ധൈര്യമായിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിച്ച്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ ലൊക്കേഷൻ ആ ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്തതും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ വീട്ടുകാരൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെയും പിക്ക് ചെയ്ത്. ഈ ഫോണ് നഷ്ടപ്പെട്ടത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത? ഇല്ല, ഫോണ് ഞാൻ എന്ത് ചെയ്ത് ആ സിപ്പ് ലൈനിൽ കയറുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്കും എൻ്റെ ഫോൺ അങ്ങനെ കളഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട്. സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് മെസ്സേജ് ഒന്നും കാണൂല വിചാരിച്ചാൽ ഞാൻ ഭദ്രമായി പിടിച്ചതാണ്. ഈ സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ വിചാരിച്ച് മോൻ്റെ ബാഗിലായിരുന്നു ഇട്ടത്. എൻ്റെ ബാഗ് ഞാൻ പിന്നെ കാറിൽ തന്നെ വെച്ചിരുന്നു. പിന്നെ മോൻ്റെ ബാഗിലിട്ട് ആ ബാഗ് ഞങ്ങൾ പിന്നെ ഈ സിപ്പ് ലൈൻ എല്ലാവരും പോകുമ്പോൾ പിടിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചതാ. പിന്നെ എൻട്രൻസിൽ ഏൽപ്പിച്ചത് സുരക്ഷിതമായിട്ട് വെച്ചതാണ്. അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഫോൺ അതിലുള്ളത് കൊണ്ട് ബാഗ് മാത്രം നഷ്ടപ്പെട്ട പ്രശ്നമല്ലായിരുന്നു. ഫോൺ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങൾ അവിടെ ഞങ്ങൾ ഓടുന്ന ആ സമയം വരെ ഒരു നിങ്ങൾ തിരിച്ച് വണ്ടി കയറിയപ്പോ എന്തെങ്കിലും അവിടെ താഴത്തെ ക്യാമ്പിൽ എന്തെങ്കിലും ചോദ്യമോ? ഇല്ല. പക്ഷെ ഞങ്ങൾ ആ ഭാഗത്തൂടി അല്ല, ഞങ്ങൾ കുറേ ഒരു 2 കിലോമീറ്റർ ഞങ്ങൾ ആ ഡാമിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടത്. മക്കളെ അയാളാണ് കയറ്റിയിട്ടുണ്ട്. പെൽഗാമെന്ന് ആ കുതിര സവാരി തുടങ്ങുന്നിടത്തുനിന്ന് എത്തിയിട്ടുണ്ട് മക്കള്. അപ്പൊ അവരോട് അവിടെ ചോദ്യവും പട്ടാൾക്കാർ അലർട്ടല്ല. അപ്പൊ ആ ഭാഗത്ത് എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. അവിടെ പട്ടാളം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് കയറുക എന്ന് പറയുന്നത് നല്ലൊരു 6 കിലോമീറ്റർ എങ്ങാണ്ടെന്നാ പറയുന്നത് ഇവിടുന്ന് താഴേന്ന് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ആ സ്ഥലം ആ ദുർഘടമായ സ്ഥലത്തൂടി കയറി പോവുക എന്ന് പറയുന്നത് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ
ഞങ്ങൾ ആ മല മുഴുവനും ഓടി ഇറങ്ങുന്നവരെ ഒരു പട്ടാളത്തിലിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ നേരെ വന്ന് വണ്ടി നിങ്ങൾ എല്ലാവരും കൂടി കയറ്റി നേരെ റൂമിൽ കൊണ്ടുപോയി. ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയി. ഇനി പോകണ്ടാന്ന് തോന്നി. അറിയാണ്ടോ നമ്മളെന്തിനാ ഈ ദിവസം തന്നെ സെലക്ട് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം. ഞങ്ങൾ അല്ലെങ്കിൽ അന്ന് പിന്നെ വേറൊരു സ്ഥലം വിചാരിച്ചിരുന്നത് സോനാമർഗയിൽ വിചാരിച്ചിരുന്നത്. അതപ്പം മൂക്ക് അന്ന് ലീവ് കിട്ടുമെന്ന് പറഞ്ഞോണ്ട് മറ്റു 2 സ്ഥലം അവള് കണ്ടിട്ടുണ്ട്, ഈ സ്ഥലം കണ്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്, അല്ലെങ്കിൽ പോവില്ല. ഏതായാലും ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വിശദീകരിച്ചത് ഇതേക്കുറിച്ച് സത്യസന്ധമായ ഒരു വിവരം അറിയാൻ വളരെ ഉപകരിക്കും. ഏതായാലും ടീച്ചർ വളരെ സമയം നമ്മോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി. ടീച്ചറുടെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചു. ടീച്ചറുടെ ആ പരിഭ്രമത്തിൽ ഒരു വസ്ത്രത്തിൻ്റെ നിറത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അത് വിവാദമാക്കിക്കൊണ്ട് വലിയ മാധ്യമ ചർച്ച വരെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തി. അതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല. ഒരു മരണത്തെ മുഖാമുഖം കണ്ട ആൾ ഓടി വരുമ്പോൾ പറഞ്ഞപ്പോൾ അത് പോലീസിൻ്റെ തരത്തിലുള്ള കാവി എന്നുള്ള രൂപത്തിലേക്കാണ് പുറത്തേക്ക് ശബ്ദം വന്നത്. അത് പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ കാക്കിക്ക് പകരം കാവി എന്ന് പറഞ്ഞ് അതിൽ പിടിച്ചുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കിയത്. ഏതായാലും ടീച്ചറും കുടുംബവും സുരക്ഷിതമായി തിരിച്ചെത്തി. ഏതായാലും ദൈവാനുഗ്രഹം ഉണ്ടായി. ഏതായാലും മരണപ്പെട്ട ആളുകൾക്ക് 26 ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ടീച്ചറുടെ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ വരെ മരണപ്പെട്ടു. ഏതായാലും ടീച്ചറെ വെടിവെക്കാതിരുന്നത് അല്ലെങ്കിൽ ഇവരെ കുടുംബത്തിനെ വെടിവെക്കാതിരുന്നത് പേര് ചോദിച്ചിട്ടോ കലിമ ചൊല്ലിച്ചിട്ടോ ഒന്നുമല്ല. ഏതായാലും അവർ ഭാഗ്യത്തിൻ്റെ വലിയൊരു നൂലിഴക്ക് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിരിക്കുന്നു. ഏതായാലും ടീച്ചർക്ക് അഭിവാദ്യം. നന്ദി.